അപ്പോൾ ഞാനിന്ന് നമ്മുടെ അയില മീനുണ്ടല്ലോ, അതൊക്കെ എങ്ങനെ ക്ലീൻ ചെയ്യാമെന്നാണ് ഞാൻ ഇന്ന് കാണിച്ചിരുന്നത്. എങ്ങനെ മുറിക്കുകയെന്നൊക്കെ. അപ്പോൾ അതാ ഞാൻ 4 മോഡൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും മുറിച്ചെടുക്കാം. അപ്പോൾ അതാ ആദ്യം തന്നെ ഞാനൊരു മോഡൽ കാണിക്കാം. അതിനായിട്ട് ഫസ്റ്റ് ഒരു അയില എടുക്കുക. ഒരു അത്യാവശ്യം വലിപ്പമുള്ള അയില, ഇനിയിപ്പോൾ ചെറിയ അയിലായാലും എങ്ങനത്തെ അയിലായാലും കുഴപ്പമില്ല. അപ്പോൾ അതാ നമ്മൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ തൂളി പോലെ ഉണ്ടാവും. ഇതിന് നിങ്ങളെന്താ പറയുക എനിക്കറിയില്ല. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒന്ന് പരണ്ടി ഇങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ വെള്ള ഇത് വരും. അപ്പോൾ അത് നന്നായിട്ടിങ്ങനെ പോക്കുക ഫസ്റ്റ് തന്നെ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇതിങ്ങനെ പോക്കിയതിന് ശേഷം നമ്മളിതിൻ്റെ ഈ വാലിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അതിങ്ങനെ കുറച്ചിങ്ങോട്ട് വെച്ചിട്ടൊന്ന് വെട്ടിക്കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ തലേൻ്റെ മുകളിൽ ഗന്നിയൊരു ഭാഗത്തുണ്ടാവും കുറച്ചൊരു ചെറിയ മുള്ളൊക്കെ പോലെ, അതിൻ്റെ ആക്കൊന്ന് വെട്ടിക്കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ 2 സൈഡിലുള്ള ഒരു ചിൽക്ക പോലത്തെ ഒരു സംഭവം ഉണ്ടാവും, അതൊന്ന് നന്നായിട്ടൊന്ന് വെട്ടിക്കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നന്നായിട്ട് ഇപ്പുറത്തെ സൈഡിലും ഉണ്ടാവും, അതും വെട്ടിയതിന് ശേഷം ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു ഓട്ട പോലെ കാണും. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ കത്രിക ഇങ്ങനെ കയറ്റിയിട്ട് ഇങ്ങനെ വെട്ടിക്കൊടുക്കാം. എന്നിട്ട് അതിങ്ങനെ ഈ തലേൻ്റെ ആ ഒരു ഭാഗത്ത് നിന്ന് വരെ ഇങ്ങനെ വെട്ടി, അതിൻ്റെ ഒരു വായിൻ്റെ അടുത്ത് വരെ വെട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഒരു വായ് ഭാഗത്ത് നിന്ന് ഇങ്ങനെ പറിച്ചെടുക്കുക. അപ്പോൾ അതിങ്ങനെ ചെറുങ്ങനെ ഇളക്കുമ്പോഴേക്കന്നെ ഇതിങ്ങനെ പോരും. അപ്പോൾ അതിങ്ങനെ അതിൻ്റെ ഉള്ളിലുള്ള ഈ പൂ പോലത്തെ സംഭവം ഉണ്ടാവും, അതൊക്കെ പറിച്ചെടുക്കുക. അതിനുശേഷം അതിൻ്റെ കണ്ണിൻ്റെ അടുത്ത് ഇങ്ങനെ രണ്ടൊരു ഇതുണ്ടാവും, അത് രണ്ടും കൂടി പറിച്ചെടുത്തിട്ട് ഈ പൂവും ഇതിൻ്റെ ഉള്ളിലുള്ള കുടൽമാലകളും അങ്ങനത്തെ ഓരോരോ കച്ചറ വേസ്റ്റും അതൊക്കെ ഇങ്ങനെ കോരിയെടുത്ത് മാറ്റുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊന്നുമില്ല, നമ്മൾ നല്ല ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ പോക്കിയിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഇങ്ങനെ നന്നായിട്ട് ഈ കറുപ്പ് സാധനം ഇതൊക്കെ ഇങ്ങനെ പോക്കിയെടുക്കുകയാണെങ്കിൽ നമ്മൾ നന്നായിട്ട് നല്ലൊരു മോഡലിൽ ഹോട്ടലൊക്കെ വെക്കുന്ന പോലത്തെ ഒരു മീൻ പൊരിച്ചതിലൊക്കെ കാണില്ലേ തലയോടെ, അതുപോലെയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഇതിലുള്ള ഈ കറുപ്പ് ഇതൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒരു മഷി പോലൊക്കെ, അതൊക്കെ നന്നായിട്ടൊന്നിങ്ങനെ ജസ്റ്റ് പരട്ടിയാലേ പെട്ടെന്ന് പോവും. അപ്പോൾ അതിങ്ങനെ നന്നായിട്ടിങ്ങനെ പോക്കി കൊടുക്കാം. അപ്പോൾ 2 സൈഡിലും ഇങ്ങനെ ഉണ്ടാവും. അതിങ്ങനെ നന്നായിട്ടിങ്ങനെ ചെറുങ്ങനെ നമ്മുടെ കൈ കൊണ്ട് തന്നെ പൊക്കാവുന്നതാണല്ലോ. ഇനിയിപ്പോൾ കത്തി കൊണ്ടാണെങ്കിൽ കത്തി കൊണ്ട് ഇങ്ങനെ പരണ്ടി പോക്കി കളഞ്ഞാൽ മതി. അപ്പോൾ ഈ കറുപ്പ് സാധനങ്ങളൊക്കെ ഇങ്ങനെ പോക്കുക. അപ്പോൾ ചില ആൾക്കാർ ഈ കറുപ്പ് സാധനങ്ങളൊക്കെ വെക്കും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ എടുക്കാറില്ല ഈ കറുപ്പൊന്നും, അതൊക്കെ ഇങ്ങനെ നന്നായിട്ടങ്ങ് പോക്കി കളയും. ചില ആൾക്കാർ ഈ കറുപ്പോടൊക്കെ കറിക്കും പൊരിച്ചതിനൊക്കെ ആയാലും എന്തിനായാലും എടുക്കും. അതായത് ഇങ്ങനെ നന്നായിട്ടിങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുക. ഇതിൻ്റെ ചോരയൊക്കെ നന്നായിട്ടിങ്ങനെ പോക്കിയിട്ട് ഇല്ലാതെ ഇങ്ങനെ നന്നായിട്ടിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പരണ്ടിയാൽ തന്നെ ചോരകളോ എന്തെങ്കിലുമൊക്കെ കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങ് പോരും. അപ്പോൾ നമ്മൾ നല്ല തലയോട് കൂടിയ ഒരു സ്റ്റൈലിൽ നമ്മൾ ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ലാസ്റ്റ് നമ്മൾ കഴുകുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അവിടെയൊക്കെയുള്ള നന്നായിട്ട് തന്നെ പോക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതവിടെ മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഒരു അടുത്ത മോഡൽ എങ്ങനെയാണ് മുറിക്കാൻ നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇതിൻ്റെ മുകളിലുള്ള ആ ഒരു വെളുത്ത തൂളി പോലത്തെ സാധനം പോക്കിയതിന് ശേഷം വാല് വെട്ടിക്കൊടുക്കുക. അതിനുശേഷം മുകളിലും താഴെയൊക്കെ ഉള്ള ഇങ്ങനെ വെട്ടിക്കൊടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. അപ്പോൾ ഇതും ഇങ്ങനെ വെട്ടിക്കൊടുത്തിട്ടുണ്ട്. 4 സൈഡ് എല്ലാ ഭാഗത്തുനിന്നും ഇങ്ങനെ വെട്ടിക്കൊടുത്തതിന് ശേഷം ഈ തലേൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു ഗ്യാപ്പ് കാണില്ല, അതോടെ ഇങ്ങനെ പറിച്ചങ്ങെടുക്കുക. അപ്പോൾ ഇപ്പോഴത്തെ ഭാഗത്തോട്ട് ഇങ്ങനെ പറിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ ഇങ്ങനെ നമ്മൾ പറിച്ചെടുക്കുക. അതിനുശേഷം പുറത്തുനിന്ന് ഇങ്ങനെ നീളത്തിൽ നേരത്തെ ആ കണ്ടൊരു ഓട്ട വരെ വെട്ടിക്കൊടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ പുറത്തെടുക്കുക. അതൊന്നും നമുക്ക് ആവശ്യമില്ല കേട്ടോ.
ഇതിലൊരു എണറ് പോലത്തെ ഒരു സാധനം ഉണ്ടാവും, ഒരു ക്രീം കളറായിട്ട് വരുന്നത്. ഇനിയിപ്പോൾ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ നല്ലോണം ഒക്കെ പോക്കി ഇതിൻ്റെ ഉള്ളിലുള്ള ഇതൊക്കെ പോകി. ഇത് കുറച്ചുകൂടി എളുപ്പമാണെന്ന് തോന്നുന്നു മറ്റേതിനേക്കാളും. എന്നിട്ട് നമ്മളിതാ നല്ലോണം ഇങ്ങനെ കഴുകി വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ അതാ ഈ തലേൻ്റെ ഈ ഒരു ചെറിയൊരു ഭാഗവും കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിനുള്ള ഈ വേസ്റ്റ് കച്ചറ ഒക്കെ പോക്കിയതിന് ശേഷം ഈ ഒരു മോഡലായിട്ടുണ്ട്. ഇനിയിപ്പോൾ പിന്നെ നമുക്ക് അടുത്തൊരു മോഡൽ നോക്കാം. അതാ ഈ കണ്ണിൻ്റെ ഭാഗം കൂടിയിട്ടൊക്കെ വെട്ടി കൊടുക്കുക. അതിൻ്റെ വായും കണ്ണും കൂടിയിട്ട് അങ്ങ് വെട്ടി ഇങ്ങനെ മാറ്റി കൊടുക്കുക. അതിന് നമ്മൾ ആദ്യം ഈ തോളിയും ഈ സൈഡിലെ ഭാഗങ്ങളും വാലൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ വലിയ പണി ഉണ്ടാവില്ല കേട്ടോ. അത് നമ്മൾ ആദ്യം തന്നെ ചെയ്ത് വെച്ചാൽ മതി തുടക്കുന്നതിന് മുമ്പ് തന്നെ. അപ്പോൾ അതാദ്യം പറഞ്ഞ പോലെ തന്നെയാണ് എല്ലാ സൈഡും ഇങ്ങനെ വെട്ടി മാറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആദ്യം തുടങ്ങിയിട്ട് ഫസ്റ്റ് വരെ ഇങ്ങനെ നീളത്തിലിങ്ങനെ വെട്ടി കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു പൂവും അതിൻ്റെ എന്തൊക്കെ ഒരു ഉള്ള കുടൽമാലകളും എല്ലാം അങ്ങ് പുറത്തെടുക്കുക വലിച്ചിട്ട്. അപ്പോൾ ഇത് ആദ്യമൊക്കെ പറഞ്ഞ പോലെ തന്നെ എല്ലാം എടുത്തതിന് ശേഷം നമ്മളിതിങ്ങനെ നന്നായിട്ടൊന്ന് ഇതിൻ്റെ ഈ ചോരൊക്കെ ഒന്ന് നന്നായിട്ടിങ്ങ് പോക്കിയെടുക്കുക. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നന്നായിട്ട് പോക്കിയെടുക്കുക, അല്ലെങ്കിൽ ചോരൻ്റെ ഇതൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് ആ കറുപ്പ് ഭാഗമൊക്കെ നന്നായിട്ട് പോക്കിയെടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തുനിന്നും ഇങ്ങനെ പോക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കാണാൻ നല്ല വൃത്തിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ തോന്നിക്കിടക്കുന്നത് അതൊക്കെ ഒന്നിങ്ങനെ വെട്ടി കൊടുക്കുക. അപ്പോൾ എല്ലാം ശരിയായിക്കോളും. അപ്പോൾ അതാ മൂന്നാമത്തെ മോഡൽ നമ്മൾ കാണിച്ചു കഴിഞ്ഞ് ഇനി ലാസ്റ്റ് കാണിക്കുക. ഇനിയിപ്പോൾ തലയോടങ്ങ് വെട്ടി കൊടുക്കുക. തലേൻ്റെ ഭാഗം തീരെ ഇങ്ങനെ കാണിക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം നമ്മൾ ഈ ആദ്യമൊക്കെ കാണിച്ച പോലെ തന്നെ ഇതിൻ്റെ സൈഡിലും അവിടെയൊക്കെ ഉള്ള ആ ഒരു ചെറുപോലത്തെ ഭാഗം വെട്ടി കൊടുക്കുക. പാലും വെട്ടി കൊടുത്ത് അതിനുശേഷം ഇവിടെ നിന്ന് സൈഡിൽ നിന്ന് വെട്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ഈ എല്ലാം അങ്ങ് എടുത്ത് മാറ്റുക. ഇത് വേഗത്തിൽ കഴിയുന്നൊരു സംഭവമാണ് കേട്ടോ. ഇങ്ങനെ മുറിച്ചെടുക്കുമ്പോൾ പക്ഷേ ഇതിൻ്റെ തലയൊന്നും കിട്ടില്ല. പക്ഷെ ചില ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ഈ അയിലൻ്റെ തല കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ മത്തി ഇതൊക്കെ ഏകദേശം ഇതേപോലെ തന്നെ ഇങ്ങനെ മുറിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ നമ്മൾ എല്ലാ 4 മോഡലും ഇതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് കംഫർട്ട് അതുപോലെ മുറിച്ചെടുക്കാൻ നോക്കുക. ഇതിൻ്റെ ഉള്ളിലൊക്കെ പോക്കിയിട്ട് ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ചെറുങ്ങനെ കഴുകുന്നേ ഉള്ളൂ. ലാസ്റ്റ് ഒന്നുകൂടി ഞാൻ കഴുകും. അപ്പോൾ ഇതുപോലെയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് 4 ഒന്ന് നോക്കി നോക്കാം. 4 രീതിക്ക് മുറിച്ചിട്ടുണ്ട്. ഇത് തല ഫുള്ളായിട്ടുള്ള കിട്ടിയിട്ടുള്ളതാണിത്. ഇതിൻ്റെ ഉള്ളിൽ നിന്നൊന്നുമില്ല. പക്ഷെ തല ഇതിന് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെത് നമ്മൾ കണ്ണും വായും പോക്കിയിട്ട് മാത്രമുള്ളതാണ്. ബാക്കിയൊക്കെ അങ്ങനെ ഉണ്ട്, തല ഇതൊക്കെ. ഇത് തലയോ കണ്ണോ മൂക്കൊന്നും ഇല്ലാത്തത്. ഇതിൻ്റെ കൺഭാഗം ഉള്ളതാണ് കേട്ടോ. അപ്പോൾ 4 മോഡലും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ മുറിച്ചിട്ട് അഭിപ്രായം അറിയിക്കും.